എനിക്ക് അന്ന് ഒരു 20-21 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. നല്ല ചോരത്തുളപ്പുള്ള ആ കാലത്ത് എനിക്ക് ദൈവത്തിലും പ്രയത്തിലും ഒന്നും തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ ഗ്രാമത്തില് മാതൃകാ പുരുഷനായ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രേമചന്ദ്രൻ എന്നാണ്. ഞങ്ങളൊക്കെ പുള്ളിയെ പ്രേമേട്ട എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആള് കടുത്ത നിരീശ്വരവാദിയായിരുന്നു. ദൈവത്തിലും ഭൂതത്തിലും ഒന്നും തീരെ വിശ്വാസമില്ലാത്ത ഒരു വിഭാഗം. ആ സമയത്ത് പ്രേമേട്ടന്റെ കല്യാണ സമയമായിരുന്നു. കല്യാണം കൂടാൻ, അതായത് കല്യാണം കെട്ട എന്നെയും പ്രേമേട്ടൻ വിളിച്ചിരുന്നു. ആശാന്റെ കല്യാണം അല്ലേ, ഞാനും പോയി. പെണ്ണിന്റെ വീട് പല്ലാവരായിരുന്നു. സാക്ഷാൽ അപ്പുമാരാരുടെ നാടായിരുന്നു പല്ലാവർ. കല്യാണത്തിന്റെ പുതുമോടെയൊക്കെ പതിയെ കഴിഞ്ഞു. പ്രേമേട്ടന്റെ ഭാര്യയ്ക്ക് ആ സമയത്ത് ചെറിയൊരു മാറ്റം സംഭവിച്ചു. അതെന്താണെന്ന് തുടക്കത്തിൽ ആർക്കും അങ്ങനെ മനസ്സിലായില്ല. ഒരു പാവം പിടിച്ച ചേച്ചിയായിരുന്നു പ്രേമേട്ടന്റെ ഭാര്യ, ഒരു നാടൻ സ്ത്രീ. പിന്നെ ആ ചേച്ചി പ്രേമേട്ടനോട് ഒന്നും മിണ്ടാതെയായി. എന്ത് ചോദിച്ചാലും പറഞ്ഞാലും തുറച്ചു നോക്കും. ഒരു വാക്ക് പോലും പറയില്ല. അമ്മയും ചേട്ടനും എല്ലാവരും ആ ചേച്ചിയോട് എന്താ മോളെ പ്രശ്നമെന്ന് അന്വേഷിച്ചു. ആ സമയമൊക്കെ ആ ചേച്ചി ഒന്നും മിണ്ടാതെ എങ്ങോട്ട് തുറച്ചു നോക്കി അങ്ങനെ ഇരിക്കും. കുളിയില്ല, പല്ലുതേപ്പില്ല, ഉറക്കമില്ല, അങ്ങനെ ഒരേ ഇരിപ്പ്. അവസാനം പ്രേമേട്ടന് ഭയങ്കരമായ ദേഷ്യം വന്നു. അയാളുടെ സമനില തെറ്റി, സകല ക്ഷമയും നശിച്ചു. അയാൾ ആ ചേച്ചിയെ തല്ലി. അത്രയും നേരം മിണ്ടാതിരുന്ന ആ ചേച്ചി പെട്ടെന്ന് സ്വഭാവം മാറി. അടി കൊണ്ടപ്പോൾ അവരുടെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ മുഖം കണ്ടു. ആ ചേച്ചി പ്രേമേട്ടന്റെ കഴുത്തിൽ കടന്ന് കയറി പിടിച്ചു. ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ തല്ലുവനടാ നായെ എന്നും പറഞ്ഞ് അവർ തലമുടി അഴിച്ചിട്ട് അലറി. പ്രേമേട്ടൻ കിടുകിട വിറച്ചു. പ്രേമേട്ടൻ ആ ചേച്ചിയുടെ കൈയുടെ ബലം ശരിക്കും മനസ്സിലായി. അയാൾക്ക് ശ്വാസം മുട്ടി. കൃത്യസമയത്ത് അയാളുടെ അമ്മയും ചേട്ടനും വന്നത് കാരണം പുള്ളി രക്ഷപ്പെട്ടു. ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയാം. അതിനുശേഷം ആ ചേച്ചി മുടി വരിച്ചിട്ട് ഇരുന്ന് ആടിക്കൊണ്ടിരുന്നു. വെറുതെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രേമേട്ടൻ്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അവർ നേരെ ഞങ്ങളുടെ നാട്ടിലെ പ്രേതം ബോധം കൊഴുപ്പിക്കണ ഒരു ധർമ്മം പൂശാരിയുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പ്രേമേട്ടൻ്റെ അമ്മ പോയത്. പക്ഷെ പ്രേതത്തിലും ബോധത്തിലും തീരെ വിശ്വാസമില്ലാത്ത പ്രേമേട്ടന് ആദ്യം അതിനെ ശക്തമായിട്ട് പുള്ളി എതിർത്തു. അയാളുടെ അമ്മയും ചേട്ടനും കൂടി കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് പ്രേമേട്ടന് മനസ്സിലാക്കി. ആ ചേച്ചിയുടെ പ്രേതം ഒഴിപ്പിക്കാൻ ധർമ്മം പൂശാരിയുടെ കോവിലിലേക്ക് പോകാൻ പ്രേമേട്ടൻ എന്നെയും കൂട്ടി വിളിച്ചു. എനിക്കതൊരു ചാലഞ്ചായിട്ടാണ് തോന്നിയത്. പ്രേതത്തിലും ഭൂതത്തിലും തീരെ വിശ്വാസമില്ലാത്ത ഞാനും അത് ലൈവായി കാണാനുള്ള ത്രില്ലിൽ പുള്ളിന്റെ കൂടെ പോയി. പാടത്തിന് നടുക്ക് ഒരു ചെറിയ കോവിലുണ്ട്. അധർമ്മമൂർത്തികൾ വാഴുന്ന ഒരു സ്ഥലമാണത്. ഞങ്ങളൊന്നും പകൽ സമയത്ത് പോലും അങ്ങോട്ടേക്ക് പോകാറില്ല. ധർമ്മൻ പൂശാരിയുടെ വേറൊരു ലോകമാണത്. ആ കോവിലിൽ വെച്ചിട്ടാണ് ധർമ്മൻ പൂശാരി പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കുന്നത്. പ്രേമേട്ടന്റെ അമ്മയും ആ ചേട്ടനും പിന്നെ ചേച്ചിയും ഞാനും മാത്രം. രാത്രി ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ ആ കോവിലെത്തി. അപ്പോൾ ധർമ്മം പൂശാരി പറഞ്ഞു, എന്നെ അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരും, ഇല്ലെങ്കിൽ നിന്റെ തോല് പൊളിക്കും. ചേച്ചി വളരെ ശാന്തമായി പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്താ വേണ്ടത് പൂശാരി ചോദിച്ചു. ചേച്ചി പറഞ്ഞു, പൊറോട്ടയും ഇറച്ചിയും വേണം. പിന്നെ ഒരു കുപ്പി റമ്മും വേണമെന്നാ പറഞ്ഞു. നീ ആൺപ്രേതമാണല്ലേ, ധർമ്മൻ പൂശാരി പറഞ്ഞു. കുട്ടേട്ടൻ പ്രേമേട്ടനെ മാറ്റി നിർത്തി പറഞ്ഞു, റമ്മ് ഇവിടെയുണ്ട്, നീ പോയി ഒരു 10-25 പൊറോട്ടയും 4-5 ബീഫും വാങ്ങിയിട്ട് വാ. അത്രയും അവള് കഴിക്കില്ല അപ്പുകുട്ടേട്ടാ, പ്രേമേട്ടൻ പറഞ്ഞു. നീ ഞാൻ പറഞ്ഞ അനുസരിക്കണം പ്രേമ. ബീഫും പൊറോട്ടയും വാങ്ങിക്കാനായി ഞങ്ങൾ ജംഗ്ഷനിലേക്ക് നടന്നു. വേണാൽ ചേച്ചി 2 പൊറോട്ട കഴിക്കും, ബാക്കി അവർക്ക് തിന്നാനായിരിക്കും പ്രേമേട്ട എന്ന് ഞാൻ പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, പെട്ടുപോയില്ലേ, വാങ്ങിക്കൊടുക്കുക തന്നെ. ഞങ്ങൾ പൊറോട്ട ഇറച്ചിയും വാങ്ങി അവിടെ എത്തിയപ്പോഴേക്കും ആ ചേച്ചി കളത്തിലൊക്കെ ഇരുന്ന് മുടി അഴിച്ചിട്ട് ആടുകയാണ്. അപ്പുകുട്ടേട്ടൻ 25 പൊറോട്ട 5 ബീഫും 1 ലിറ്റർ റമ്മും അവലും മലന്റെ ഇടയിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആ സമയത്ത് അവർ തലമുടി അഴിച്ചിട്ട് ആട്ടം നിർത്തി ഒരു നിമിഷം പ്രേമേട്ടൻ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി. അപ്പോഴത്തെ ആ മുഖഭാവം കണ്ടപ്പോൾ അതൊന്നും ആ ചേച്ചിയുടെ ഭാവങ്ങളെ ആയിരുന്നില്ല. ഉറപ്പായിട്ടും ആ സമയത്ത് പ്രേമേട്ടൻ ഒരല്പം മുള്ളിയിട്ടുണ്ടാവും. എന്റെ നട്ടലിൽ കൂടി ചെറിയൊരു ഭയം അരിച്ചിറങ്ങി. പിന്നെ കണ്ടതൊന്നും ഒരിക്കലും ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത രംഗങ്ങളായിരുന്നു. എടുത്തു കഴിച്ചോ എന്ന് പറഞ്ഞതും ആ ചേച്ചി മൃഗങ്ങളെ പോലെ വന്യമായി ആർത്തി പിടിച്ച ഏതോ ഒരു ജന്തുവിനെ പോലെ ആ 25 പൊറാട്ടയും ചീന്തി വലിച്ച് ചവച്ചു തുടങ്ങി. ബീഫ് വാരി വാരി തിന്നു. ഇടയ്ക്കിടെ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. മലരും പൊരിയും വാരി മേലോട്ട് എറിഞ്ഞു.
1 ലിറ്റർ മദ്യം ഒറ്റയടിക്ക് കുടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഞെട്ടിത്തെറിച്ചു. അതെല്ലാം നിമിഷ നേരം കൊണ്ട് തിന്നു തീർത്തു. അവസാനം വാഴയിലിൽ 1 മണി പൊരിയോ അവലോ ഉണ്ടായിരുന്നില്ല. എല്ലാം ക്ലീൻ. തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം ചോദിച്ചു, ഇനി പറ, നീ ആരാ? പറയാൻ സൗകര്യമില്ലടാ. ചേച്ചി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. നല്ല പെട വേണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞതും ധർമ്മൻ പൂശാരിയുടെ ചൂരൽ മൂളിപ്പറന്ന് ആ ചേച്ചിയുടെ ശരീരത്ത് പട്ടേ എന്നൊരു ശബ്ദമുണ്ടാക്കി. ആ ചേച്ചി അടികൊണ്ട് ഒന്ന് പുളഞ്ഞു. പ്രേമട്ടൻ തടയാൻ കഴിയാതെ നിസ്സഹായനായി എന്റെ കയ്യിൽ പിടിച്ച് ഞെരിച്ചു. അടികൊണ്ടപ്പോൾ ആ ചേച്ചി പതിയെ ഉത്തരം പറയാൻ തുടങ്ങി. അതും നല്ല മുഴങ്ങുന്ന പുരുഷ ശബ്ദത്തിൽ. ആ ശബ്ദം കേട്ടപ്പോൾ ഞാനും ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ പേര് ശിവാനന്ദൻ. ഞാനൊരു ചെത്തുതൊഴിലാളിയാണ്. തന്റെ ഭാര്യ ആണിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ട് പ്രേമേട്ടൻ ശരിക്കും ഞെട്ടിക്കളഞ്ഞു. അയാളുടെ യുക്തിബോധം പമ്പ കടന്നു. അയാൾ അറിയാതെ കൈവപ്പിരുന്നു. എനിക്ക് ആകെ മൊത്തം കൺഫ്യൂഷനായി. ചേച്ചിക്ക് ഇനി വല്ല മിമിക്രിയും അറിയാമായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ഈ കുട്ടിയുടെ ദേഹത്ത് നീ എന്തിനാ കയറിയത്? അത് കഥയാണ് പൂശാരി. അവര് പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ കഥ കേൾക്കാനായി കാതു കുറിപ്പിച്ചിരുന്നു. ചേച്ചി പറഞ്ഞു തുടങ്ങി. ഞാനും രമയും 6-7 വർഷം സ്നേഹിച്ചു. എന്റെ അപ്പനും അമ്മയും എതിർത്തിട്ട് പോലും ഞാൻ അവളെ കല്യാണം കഴിച്ചു. പക്ഷെ ആരുടെ പ്രാക്കാണെന്നറിയില്ല, കല്യാണം കഴിഞ്ഞ് വർഷം 8 കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ജീവിതം വെറുത്തിട്ടാണെങ്കിലും ഞാൻ അവളെ പൊന്നുപോലെ സ്നേഹിച്ചു. അവളുടെ കുട്ടി ഞാനും എന്റെ കുട്ടി അവളുമായി കഴിഞ്ഞു. പക്ഷേ ഒരു ദിവസം അന്തിക്കള്ളി ചെത്തി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ പൊന്നുപോലെ സ്നേഹിച്ച എന്റെ ഭാര്യ രമയും പ്രകാശനും കൂടി ഒരു പായിൽ കിടക്കുന്നു. ഞാൻ ചാടി വീണ് പ്രകാശനെ തലങ്ങ് തല്ലി. ആ സമയത്ത് ശക്തമായ എന്തോ ഒന്ന് ഒരടി എന്റെ തലയിൽ കൊണ്ടു. എന്റെ കണ്ണു മഞ്ഞളിച്ചു. പിന്നീട് കണ്ണിൽ ഇരുട്ട് കയറി. കണ്ണിൽ ഇരുട്ട് കയറുന്നതിന് മുൻപ് ഞാൻ കണ്ടു എന്റെ ഭാര്യ തേങ്ങച്ചിരപ്പിയുമായി നിൽക്കുന്നു. ആ ചിരപ്പ് കൊണ്ടായിരുന്നു എന്നെ അടിച്ചിരുന്നത്. അപ്പൊ തന്നെ ഞാൻ മരിച്ചു. അവരെന്നെ കെട്ടിത്തൂക്കി കൊന്നു. നാട്ടുകാരോട് തൂങ്ങിച്ചെത്താണെന്ന് പറഞ്ഞു. കുട്ടികളില്ലാത്ത വിഷമത്തിൽ തൂങ്ങിച്ചെത്താണെന്ന് പറഞ്ഞപ്പോൾ നാട് മുഴുവൻ വിശ്വസിച്ചു. അത്രയും നേരം ആ കഥ കേട്ട് ധർമ്മൻ പൂശാരി ചോദിച്ചു, അതൊക്കെ ശരി തന്നെ, നിന്റെ ഭാര്യയുടെ മേലെ കയറാതെ ഈ കുട്ടിയുടെ ശരീരത്തിൽ എന്തിനാ കയറിയത്? എന്റെ ഭാര്യ രമയുടെ ശരീരത്തിൽ കൂടി അവളെ ഉപദ്രവിക്കുന്ന തന്നെയായിരുന്നു എന്റെ ആദ്യത്തെ പ്ലാൻ. പക്ഷെ അവളുടെ ശരീരത്ത് മുഴുവൻ വല്ലശാന കാവിന്ന് ജപിച്ചിട്ടുള്ള തകിടും കൂടും നിറയെ ഉണ്ട്. അത് കാരണം എനിക്ക് അവളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ അവന്റെ ശരീരത്തിൽ കൂടെ നിനക്ക് എന്ന് ധർമ്മൻ പൂശാരി ചോദിച്ചു. അവ പറഞ്ഞു, അവന്റെ അരിയിലും 3-4 കൂട് കെട്ടി കൊടുത്തിട്ടുണ്ട് എന്ന്. പിന്നെ ചോര നേരമുള്ള ഒരു ദേഹം വേണ്ട പൂശാരി, അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയുടെ ദേഹത്ത് കൂടിയെന്ന് പറയുമ്പോൾ ആ ചേച്ചിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീര് ഒഴുകുന്നുണ്ടായിരുന്നു. ശരി, നിന്റെ ആഗ്രഹമൊക്കെ ഞാൻ തൽക്കാലം സാധിച്ചു തന്നിരിക്കഴിഞ്ഞു. നീ ഇനി ഈ കുട്ടിയുടെ ദേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോണം, ധർമ്മൻ പൂശാരി ആജ്ഞാപിച്ചു. അല്ലെങ്കിൽ ഞാൻ നിന്റെ നെറ്റിയിൽ ആണി തറയ്ക്കും. പിന്നീട് ഒരുപാട് നേരം ധർമ്മൻ പൂശാരിയും ആ ചേച്ചിയും ഉള്ളിലെ ചെത്തുകാരനും എല്ലാം കുറേ നേരം വാക്കുതർക്കമുണ്ടായി. മണിക്കൂറുകൾ നീണ്ടു. അവർ ഒടുവിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി. ധർമ്മൻ പൂശാരി ഭസ്മം വാരി എറിഞ്ഞതും ചേച്ചി വെട്ടിയിട്ട വാഴ പോലെ പുതലത്ത് വീണു. ഒരു കിണ്ടിൽ നിന്നും വെള്ളമെടുത്ത് മുഖത്ത് ശക്തമായി 3 പ്രാവശ്യം അപ്പുകുട്ടാട്ടൻ തെളിച്ചു. ആ ചേച്ചി പതിയെ കണ്ണു തുറന്നു. അപരിചിതമായ ആ സ്ഥലം കണ്ട് അവർ ചുറ്റിലും തിരഞ്ഞു. അവസാനം അവർ പ്രേമേട്ടനെ കണ്ടു. അവരുടെ കണ്ണുകൾ കൂട്ടുമുട്ടിയപ്പോൾ ചേച്ചിയുടെ മുഖത്ത് ചെറിയൊരു നാണം വിരിഞ്ഞു. ചേച്ചിയുടെ പ്രേതബാധ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ധർമ്മൻ പൂശാരി ചേച്ചിയുടെ തലയിൽ നിന്നും 2-3 മുടി പിഴുതെടുത്തു അവിടെ വച്ചിരുന്ന ഒരു മരപ്പാവയിൽ ആണിയടിച്ച് അതിൽ മുടി ചുറ്റിവെച്ചു. ഞങ്ങൾ പതിയെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. നടക്കുമ്പോൾ 25 പൊറാട്ടയും 5 ബീഫും 1 ലിറ്റർ മദ്യം കഴിച്ച ആ ചേച്ചി ഒന്നും അറിയാത്ത പോലെ നല്ല ഉറച്ച കാലടികളുമായി നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് മൊത്തം തല പെരുത്തു. ഇതിന്റെ രഹസ്യം ഇനി എന്താണാവോ ഞാൻ ആലോചിച്ചു.